ഹലോ ഗൈസ്, എല്ലാവർക്കും ARG വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ പടത്തിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നല്ലേ നമ്മളെല്ലാവരും. ജാനുവരി 30 സിനിമ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ എല്ലാവർക്കും ഉണ്ട്. കാരണം സിനിമ ജാനുവരി 30 റിലീസ് ആവത്തില്ല. ഇനി എന്നാണ് റിലീസ് ആകുന്നതെന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫെബ്രുവരിയിലാണെന്ന് പറയുന്നു, എംപുറാൻ കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയുന്നു. എന്തായാലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും തരുൺ മൂർത്തി എന്ന ഡയറക്ടറിന് എതിരായിട്ട് കുറേ പേരൊക്കെ സംസാരിക്കുന്നതായിട്ട് കണ്ടു. അതേപോലെ തന്നെ തരുൺ മൂർത്തി ഒരുപാട് മോഹൻലാൽ ഫാൻസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തു എന്നുള്ള രീതിയിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന്, തരുൺ മൂർത്തിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ജാനുവരി 30 ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക, അത് ശ്രദ്ധിക്കപ്പെടുക, അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ്. അപ്പം 30 ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ്. 30 ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വേറൊന്നുമല്ല. ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു, അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുമെന്നറിയില്ല. OTT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം രഞ്ജിത്തേട്ടനെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് 100% എനിക്ക് രഞ്ജിത്തേട്ടനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭനാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിത്തേട്ടൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത്. എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫീരിറ്റീസോ എൻ്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല. അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ്. ഓക്കെ, നമ്മൾ ജാനുവരി 30 ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ജാനുവരി 30 റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിൻ്റെ ഒരു അപ്ഡേഷനിൽ വന്ന, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ വന്ന 30 അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയപ്പോൾ മുതൽ നമ്മൾ 30 എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. നമുക്ക് കൺസേൺ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ, എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും 30 നടക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീസർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാര്യകാരണങ്ങൾ സത്യാവസ്ഥ അറിയുകയും അതിൻ്റെ അടിയിൽ വന്ന്, പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന്, എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട്. അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് അറിയാം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല, ഇനിയൊട്ട് യൂസ്ഡ് ആകാൻ താല്പര്യമില്ല. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണെന്ന് തോന്നില്ല. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ, ഫാൻസിൻ്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഒരു ഭയങ്കര മാസീവായിട്ടുള്ള അറ്റാക്ക് പോലെ, അത് എനിക്ക് തോന്നുന്നു ഫാൻ ഫൈറ്റിൻ്റെ ഒക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് നമ്മുടെ ഐഡിയയിൽ വന്ന് കാണുമ്പോൾ നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ, അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, ആരെയും സപ്പോർട്ടോടൊന്നും വന്നല്ല. അപ്പോൾ അത് ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യനായതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ്, നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ അല്ല, ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുന്നത് വളരെ ജെന്യൂനായിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുള്ളൂ. പക്ഷേ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോൾ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിറങ്ങാം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ വളരെ വളരെ സിൻസിയറായിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി നിഷാദ് എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ പോയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിഷാദിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അതിൻ്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് പുതിയ എഡിറ്ററുമായിട്ട് വർക്കൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡിലേകളല്ല. പക്ഷേ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കുഴച്ച് പറയുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. ഇപ്പോൾ സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊക്കെ കേൾക്കാൻ ഞാൻ അത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെല്ലാവരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ വളരെ സങ്കടപ്പെട്ട് ജെന്യൂനായിട്ട് വരുന്ന നല്ല നല്ല ഐഡിയകൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ട്, പക്ഷേ ഈ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രോ സത്യാവസ്ഥ. എന്ത് വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവുമെന്നും അത് നല്ല രീതിയിൽ ലാലേട്ടന് പേരുള്ളൊരു സിനിമയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം തുടരും ജാനുവരി 30 വരത്തില്ല, പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. ഇനി ഫെബ്രുവരിയിലാണോ അതോ ഇനിയിപ്പം മാർച്ചിൽ എംപുറാൻ വന്നതിന് ശേഷം ആണോ റിലീസ് എന്നുള്ളത് പ്രൊഡക്ഷൻ ടീം തന്നെ അനൗൺസ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും തരുൺ മൂർത്തി എന്ന ഡയറക്ടർ
ഈ ഒരു പോസ്റ്റ്പോൺമെന്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അതായത് തരുൺ മൂർത്തി ഒരുപാട് മോഹൻലാൽ ഫാൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതേ കണക്ക് തുടരും സിനിമയുടെ അപ്ഡേറ്റ് തരുന്നില്ല എന്നുള്ള ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് പുള്ളി ഇപ്പം ഏതോ ഒരു മോഹൻലാൽ ഫാനിന് കൊടുത്ത ഒരു ഫോൺ കോളിൻ്റെ സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം പുള്ളി പറഞ്ഞതിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും കലയാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്, അതിനുപരിയായിട്ട് ഇപ്പോൾ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മലയാള സിനിമയിൽ പൊതുവേ ഇപ്പം OTT ഡീൽസ് നടക്കാനായിട്ട് ചെറിയ പാടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. പുള്ളി അതേപോലെ തന്നെ പറയുന്നുണ്ട്, OTT ഡീൽസ് എല്ലാം പോസിറ്റീവായിട്ടാണ് നടക്കുന്നതെങ്കിലും അതിന് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ആ ഒരു ഡിലേയുടെ ഭാഗമായിട്ടാണ് ഇപ്പം സിനിമ പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നതായിട്ടാണ് തരുൺ മൂർത്തി പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഡയറക്ടർക്ക് പ്രൊഡ്യൂസറുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. കാരണം പ്രൊഡ്യൂസറാണല്ലോ സിനിമയ്ക്കായിട്ട് പണം ഇറക്കുന്നത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് പരമായിട്ടുള്ള കളക്ഷൻ അല്ലാതെ ഓഡിയോ റൈറ്റ്സ്, OTT, സാറ്റലൈറ്റ് റൈറ്റ്സ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഒരു സംഭവം റെഡിയായാൽ മാത്രമേ സിനിമ വരുന്നതിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും റിലീസ് ഡേറ്റ് ഇനി എന്നാണെന്നുള്ളത് അവർ അനൗൺസ് ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ പ്രൊമോഷണൽ കണ്ടന്റ് ഒക്കെ ഇറക്കിയിട്ട് കാര്യമുള്ളൂ. ഞാനും ആലോചിച്ചായിരുന്നു, ജനുവരി 15 ആയപ്പോഴത്തേക്കും എന്തുകൊണ്ട് തുടരും, ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, എന്നിട്ടും ഇതിൻ്റെ ഒരു ടീസറോ ഒരു സോങ്ങോ ഒന്നും വരുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. അവർ ഇനിയിപ്പോൾ ഇറക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയായിരുന്നു ഡയറക്ടറും എന്നുള്ള കാര്യമാണ് ഇപ്പം പുള്ളി തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് ആ ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഇറക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. കാരണം ഇനിയിപ്പോൾ ആ ഒരു ജനുവരി 30 ഇറക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പം ഉറപ്പായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പ്രൊമോഷണൽ സംഭവം റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ആ ഒരു പ്രൊമോഷണൽ കണ്ടന്റ് ഇപ്പോൾ ഇറക്കിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എമ്പുറാൻ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ആ സിനിമ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ വരത്തില്ല. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെട്ടു. ഇനി അവർക്ക് സാവധാനം എന്നാണ് റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുന്നത് അന്നത്തേക്കായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻസ് പ്ലാൻ ചെയ്താൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളവരെയും ഡയറക്ടറെയൊക്കെ പ്രൊമോഷൻ ചെയ്യാനും സിനിമ പുറത്തിറക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ഒരു അപ്ഡേറ്റ് തരട്ടെ, നമുക്ക് സിനിമ വരുമ്പോഴത്തേക്കും എൻജോയ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന് ഡയറക്ടറിനെ പോയിട്ട് ട്രോളിയിട്ടൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നില്ല. പുള്ളിക്കും ജനുവരി 30 ഇറക്കാൻ പറ്റാത്തത്, പുള്ളിയും മനസ്സിൽ ജനുവരി 30 സിനിമ റിലീസ് എന്നുള്ള രീതിയിലാണ് ഇരുന്നതെന്നാണ് എനിക്കും ഈ ഒരു ഫോൺ കോളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും പടം വരട്ടെ. ഇതിപ്പം തുടരുമെന്ന സിനിമയ്ക്ക് മാത്രമല്ല, മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകൾക്കും ഈ ഒരു OTT ഡീൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സത്യാവസ്ഥ കറക്റ്റായിട്ടുള്ള സംഭവമൊന്നും നമുക്കറിയത്തില്ല, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വരട്ടെ. തുടരും എന്തായാലും നല്ലൊരു പടമാകുന്നുള്ളൊരു വിശ്വാസമുണ്ട്. വരുമ്പോഴത്തേക്ക് നമുക്ക് എൻജോയ് ചെയ്യാം. എന്തായാലും ഇന്നിപ്പം എമ്പുറാൻ്റെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. നമ്മുടെ ടൊവിനോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ദൈവപുത്രൻ, അപ്പം ഒരു ക്ലാസ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടനെ തന്നെ എമ്പുറാൻ്റെ ടീസർ വരും. എന്തായാലും അതിൻ്റെ എമ്പുറാൻ്റെ അപ്ഡേറ്റ് ഒക്കെ പക്കയായിട്ട് ഇൻഡസ്ട്രിയിലെ തന്നെ ബിഗ്ഗസ്റ്റ് പടം ആകുമ്പോഴത്തേക്ക് അതിന് ഇനി OTT ഡീൽസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പം അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പക്കയായിട്ട് തന്നെ വരും. ഇനിയിപ്പോൾ 25-നോ 26-നോ 25-ന് ആശീർവാദിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, ചിലപ്പം അതിനായിരിക്കും 25-നോ 26-നോ. അപ്പോൾ 25-നോ 26-നോ തന്നെ എമ്പുറാൻ്റെ ടീസറും വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ പക്കയായിട്ട് വരും. മാർച്ച് 27-ന് റിലീസ്. അതെന്തായാലും ഒരു ആഘോഷം തന്നെ ആയിരിക്കും, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലാണോ ഇനി അത് കഴിഞ്ഞിട്ടാണോ തുടരും റിലീസ് എന്നാണ് അറിയാനുള്ളത്. അതെന്തായാലും പ്രൊഡ്യൂസർ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ തരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് എമ്പുറാൻ്റെ ഒരു ടീസറിൻ്റെ ഒരു സംഭവം രാജുവേട്ടൻ സ്റ്റോറി ആയിട്ട് ഇട്ടായിരുന്നു. 2 മിനിറ്റ് സംതിങ് ആണ് ഈ ഒരു ടീസർ വരുന്നത്, കുറച്ച് വലിയ ടീസറാണല്ലേ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവം അതിനകത്ത് കാണൂടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ലാലേട്ടൻ്റെ ഈ 2 പടങ്ങൾക്കും കട്ട വെയിറ്റിംഗ് ആണ്. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. 2 കട്ട വെയിറ്റിംഗ്.